വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ മാളിയിലെ മാളി മുത്ലഖ്, മാളി ഖരീബ്, മാളി ബഈദ് എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മാളി ഇസ്തിംറാരിയാണ്. എന്താണ് മാളി ഇസ്തിംറാരി? മാളി ഇസ്തിംറാർ, ഇസ്തമറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അറബിയിൽ എന്താണ്? തുടരുക, തുടർന്നു പോവുക, ഒരു പരിപാടി അവസാനിക്കാതിരിക്കുക എന്നുള്ളതിനൊക്കെയാണ് ഇസ്തമറ എന്ന് പറയാം. അപ്പോൾ മാളി ഇസ്തിംറാരി എന്ന് പറഞ്ഞാലും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ മാളി ഇസ്തിംറാരി എന്ന് പറഞ്ഞാൽ വോ മാളി ജിസ്സെ ഗുസഷ്ത ജമാനെ മേ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ കാം കി തക്രാർ യാ ഉസ്ക പൂരാ ന ഹോനെ കാ സംജാ ജായെ. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അത് ആവർത്തിച്ചു വരുന്ന തക്രാർ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടില്ല, ഈ രണ്ട് കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് മാളി ഇസ്തിംറാരി എന്ന് പറയുന്നത്. ഉദാഹരണം, കർത്താഥ, അവന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാഥാഥ, തിന്നിട്ടുണ്ടായിരുന്നു. തിന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ തിന്ന് ഫുള്ളായിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. റോ രഹാത്ത, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ കരച്ചിൽ നിർത്തിയോ അതൊന്നും അറിയില്ല. സോ രഹാത്ത, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എണീറ്റിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അവനെ റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എണീറ്റിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ അതാണ് സ്വരഹാത്ത. അപ്പോൾ ഈ ജുംലകളിലൊക്കെ നമ്മൾ ജുംലകൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഇത് ഗുസ്രെ ഹുയെ ജമാനെ മേ ജാരി ഥ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഗുസ്രെ ഹുയെ ജമാനെ മേ ജാരി ഥ, ഈ സംഗതി ഉണ്ടായിട്ടുണ്ട്. അവർ ഉസ്കെ ഖത്മ് ഹോനേക്ക് കോയി ഇത്തിരാനെ, അത് അവസാനിച്ചിട്ടുണ്ടോ, പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു വിവരമില്ല. അപ്പം അതാണ് മാളി ഇസ്തിംറാരി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? മാളി ഇസ്തിംറാരി എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ കാലത്ത് മുമ്പ് ആ സംഗതി ചെയ്ത് തുടങ്ങിയിട്ട് ഉറപ്പാണ്, അത് അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. അവൻ വീട്ടിലേക്ക് ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവൻ എത്തിയണോ ഇല്ലേ എന്നറിയില്ല. അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയണോ ഇല്ലേ എന്നറിയില്ല. അവന് മാളി മുത്ലഖ് ചൊല്ലിക്കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഫുള്ള് ചൊല്ലിക്കൊടുത്തണോ ഇല്ലയോ ഒന്നും അറിയില്ല. അവൻ ഉറുദു ഗ്രാമർ പഠിക്കുന്നുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഒരു മുൻകഴിഞ്ഞ സമയത്ത് ആ സംഗതി തുടങ്ങിയിട്ടുണ്ട് എന്നറിയാം, പക്ഷേ അത് പൂർണ്ണമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം നമുക്കറിയില്ല. അപ്പം അങ്ങനത്തതിനാണ് മാളി ഇസ്തിംറാരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാളി ഇസ്തിംറാരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ബനാനേക്ക ത്വരീഖ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെല്ലായിടത്തും പറയുന്നത് പോലെ മസ്ദറിൻ്റെ അലാമത്ത്, മസ്ദർക്കി അലാമത്തായിട്ടുള്ള ന, അത് ഒഴിവാക്കിയിട്ട് ദൂർ കർക്കെ, അത് ഒഴിവാക്കിയിട്ട് അവസാനത്തിൽ താഥ എന്ന് ചേർത്ത് കൊടുക്കുക. അലാമത്തെ മസ്ദറിൻ്റെ ന ഒഴിവാക്കിയിട്ട് അവിടെ താഥ എന്ന് ചേർത്ത് കൊടുത്താൽ മാളി ഇസ്തിംറാരി ഉണ്ടാകുന്നതാണ്. പൊറോന, കരയുക, അവിടെ അലാമത്തെ മസ്ദർ ന കളഞ്ഞാൽ റോ, അപ്പോൾ അതിൻ്റെ ഒപ്പം താഥ ചേർത്താൽ റോ താഥ, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, റോ താഥ. ഓക്കെ, ഇനി മറ്റൊരു രീതി, ചില 3-4 രീതികളുണ്ട് ഇത് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഒന്ന് താത്തയാണ്. രണ്ടാമത്തതോ ചിലപ്പം ഈ നാ കളഞ്ഞിട്ട് അതുകൊണ്ട് കൂടെ രഹാത്തയാണ് ചേർത്ത് കൊടുക്കുക. ഉദാഹരണം, റോനയിൽ നിന്നും റോ രഹാത്ത, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് താത്ത, രണ്ടാമത്തത് രഹാത്ത. ഓക്കെ, മൂന്നാമത്തേത് ചില സമയങ്ങളിൽ മാളി മുത്ലഖിനോട് കൂടെ അതിന് ശേഷം കർത്താഥ എന്ന് ചേർത്ത് കൊടുക്കൽ കൊണ്ടും നമുക്ക് മാളി ഇസ്തിംറാരി ഉണ്ടാക്കാൻ പറ്റുന്നതാകുന്നു. ഉദാഹരണം നോക്കൂ, ആയ കർത്താഥ, അല്ലേ? ആന എന്ന വാക്കിൻ്റെ മസ്ദറിൻ്റെ മാളി മുത്ലഖാണ് ആയ. അപ്പോൾ അതിനോട് കൂടെ കർത്താഥ എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ ആയ കർത്താഥ, റോയ കർത്താഥ. അപ്പോൾ ഒന്നാമത്തേത് താഥ, രണ്ടാമത്തേത് രഹാഥ, മൂന്നാമത്തേത് മാളി മുത്ലഖിനോട് കൂടെ കർത്താഥ എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നാലാമത്തേത് അലാമത്തെ മസ്ദറായിട്ടുള്ള നാ കളഞ്ഞിട്ട് അവസാനം താരഹ്താഥ എന്ന് ചേർത്ത് കൊടുക്കൽ കൊണ്ടും മാളി ഇസ്തിംറാരി നമുക്കുണ്ടാക്കുവാൻ പറ്റുന്നതാകുന്നു. ഉദാഹരണം, ലിഖ്ന, എഴുതുക. അതിൽ നിന്നും ലിഖ്ന എന്നതിൻ്റെ അലാമത്തെ മസ്ദറായിട്ടുള്ള നാ കളഞ്ഞാൽ അവിടെ ലിഖ് എന്നുണ്ടാകും. അതിനോട് കൂടെ താരഹ്താഥ,
ലിഖ്താ രഹ്താ ഥാ. ഖാന അലാമത്തെ മസ്ദർ കളഞ്ഞാൽ ഖ, അതിനോട് കൂടെ താ രഹ്താ ത, ഖാതാ രഹ്താ ഥാ. ഈ 4 രീതിയിലാണ് മാലി ഇസ്തിമ്രാരി ഉണ്ടാക്കുന്നത്. താ ഥ രഹാ ഥ, മാലി മുത്തലക്കിനോട് കൂടെ കർത്താ ഥ, നാലാമതായിട്ട് അലാമത്തെ മസ്ദർ നാ കളഞ്ഞിട്ട് താ രഹ്താ ഥ. ഈ 4 രീതിയിലാണ് മാലി ഇസ്തിമ്രാരി നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ ഗിർദാൻ നോക്കാം, എങ്ങനെയാണ് ഇത് സ്വറഫാക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, സ്വറഫാക്കുന്നത് ഇങ്ങനെയാകുന്നു. എങ്ങനെ? വാഹിദ് മുദക്കറാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം മാലി മുത്തലക്കിനോട് കൂടെ കർത്താത്ത എന്ന് ചേർക്കുന്നതും പിന്നെ അലാമത്തെ മസ്ദർ നാ കളഞ്ഞിട്ട് രഹാഥ എന്ന് ചേർക്കുന്നത്, ഇത് രണ്ടും വെച്ചിട്ടാണ് ഉദാഹരണം ഉള്ളത്. സാധാ പോലെ റോയാ കർത്താഥ, വോ റോയി റോയാ കർത്തി थी, वो रोया करते थे, वो रोया करती थी. तू रोया करता था, तू रोया करती थी, तुम रोया करते थे, तुम रोया करती थी. मैं रोया करता था, मैं रोया करती थी, हम रोया करते थे, हम रोया करती थी. ഇതിൽ നിന്നും ഞാൻ ഈ വായിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ പ്രത്യേകത എന്താണ്. മറ്റൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ കർത്താഥ എന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ആ എന്ത് മാറ്റം വരികയാണെങ്കിലും, വാഹിദാണെങ്കിലും ജം ആണെങ്കിലും മുദക്കറാണെങ്കിലും മുഅന്നത്താണെങ്കിലും ഹാദിറാണെങ്കിലും ഗോയിബാണെങ്കിലും ഒക്കെ എന്ത് മാറ്റം വരികയാണെങ്കിലും ഈ കർത്താത്തമ്മക്ക് ചേർത്താൽ മതി. അതിന് മുമ്പ് വരെ നമ്മൾ കൊടുക്കുന്ന ഫെയിലിനെ ബാധിക്കുകയേ ഇല്ല, മാലി മുത്തലക്കിനെ ബാധിക്കുകയേ ഇല്ല. അപ്പോൾ ഇതിൽ ആയ ആന എന്നാണ് ഉദാഹരണം നോക്കുക എന്നുണ്ടെങ്കിൽ ആയാ കർത്താഥ. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ മുഅന്നസാവുമ്പോൾ ആയി കർത്തീഥി എന്ന് പറയണം. അങ്ങനെ പറയേണ്ട, അപ്പോഴും ആയാ കർത്തീഥി. ആ കർത്താത്തയിൽ മാത്രമാണ് വാഹിദാണോ ജം ആണോ മുഅന്നസാണോ മുഅക്കറാണോ ഗോയിബാണോ ഹാദിറാണോ എന്നത് വ്യക്തമാകേണ്ടതുള്ളൂ. അപ്പോൾ റോയാ കർത്താഥ, റോയി കർത്തി थी, रोया करती थी. ओके, रोया करता था, रोया करती थी, वो रोया करते थे, वो रोया करती थी, तू रोया करता था. तू रोया करती थी, तुम रोया करते थे, तुम रोया करती थी. मैं रोया करता था, मैं रोया करती थी, हम रोया करते थे, हम रोया करती थी. ഇവിടെയൊക്കെ കർത്താത്തയിൽ മാത്രമാണ് ഈ വാഹിദ് മുഅന്നസ് ഗായിബ് ഹാദിർ തുടങ്ങിയിട്ടുള്ളതിൻ്റെ എഫക്റ്റൊക്കെ വരുന്നത്. റോയയിലും ആയയിലും അങ്ങനത്തെ അതിൻ്റെ ഒപ്പം വരുന്ന ഫിഅലിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇതിന് രഹാത്തൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വോ ഡൂബ് രഹാത്ത, ഡൂബിന എന്ന് പറഞ്ഞാൽ മുങ്ങുക. അപ്പം അതിൻ്റെ അലാമത്തെ മസ്ദർ നാ എടുത്തു കളഞ്ഞിട്ട് കളഞ്ഞാൽ ഡൂബ് എന്നാണ് ഉണ്ടാവുക. ഇപ്പം ഡൂബ് എന്നതിനോട് കൂടെ രഹാത്ത എന്ന് ചേർത്ത് കൊടുക്കും. ഡൂബ് രഹാത്ത, वो डूब रही थी, वो डूब रहे थे, वो डूब रही थी. ഈ രഹി തീ എന്നുള്ളതൊക്കെ നോക്കണം. മാലി ഖരീബിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആകെ മാലി മുത്തലക്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, വായിന്ന് വരുള്ളൂ, വായി എന്നുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ മുഅന്നസ് വാഹിദ് മുഅന്നസിൽ എന്താണോ വരുന്നത് അത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ലാസ്റ്റ് വരുന്നത് മാത്രം ജംഇനോട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ വോ ഡൂബ് രഹി थी, तू डूब रहा था, तू डूब रही थी. ओके, तुम डूब रहे थे, तुम डूब रही थी. मैं डूब रहा था, मैं डूब रही थी, हम डूब रहे थे, हम डूब रही थी. ഇതാണ് എന്ത് മാദി ഇസ്തിമ്രാരിയുടെ രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ ഒരു
എന്ത് സർഫാക്കൽ അല്ലെങ്കിൽ ഗിർദാൻ ചെയ്യൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിർബന്ധമായിട്ടും. ഏതൊക്കെയാണ്? മാദി മുത്തലഖ്, മാദി ഖരീബ് ഉണ്ടാക്കാറ്, അതിൻ്റെ അലാമത്തെ മസ്ദർ നാ കളഞ്ഞിട്ട് അതിനോട് കൂടെ താഥ എന്ന് ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തേത്. അലാമത്തെ മസ്ദർ നാ കളഞ്ഞിട്ട് അതിനോട് കൂടെ രഹ്താഥ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് മാദി മുത്തലഖ്, അതിനോട് കൂടെ കർത്താത്ത ചേർത്ത് കൊടുക്കുക. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേതോ? നാലാമത്തേത് താരഹ്താത്ത എന്ന് ചേർത്ത് കൊടുക്കുക. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. അതോടുകൂടെ ഇതിൽ ഏതെങ്കിലും ഒരു രീതി വച്ചിട്ട് ഗിർദാൻ ചെയ്യാനും സർഫാക്കാനും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ നമുക്ക് മാദി ഇസ്തിമ്രാരിയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളൂ. ഇത് നല്ല രീതിയിൽ നിങ്ങൾ മാദി മുത്തലഖും മാദി ഖരീബും ബഈദും ഒക്കെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉറുദു ഭാഷ സംസാരിക്കുവാനും മറ്റുള്ളവർ ഭാഷയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനും തീർച്ചയായിട്ടും കഴിയുന്നതാകുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സംശയങ്ങൾ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. യു ആർ ആൾവേസ് വെൽക്കം. സി യു സൂൺ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.